നമസ്കാരം. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഇതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയത്. ഇന്ത്യയോടുള്ള ബന്ധം, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമം, ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ബംഗ്ലാദേശും മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ഇടക്കാല സർക്കാരും നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് താരിഖ് റഹ്മാന്റെ എൻട്രി. കുഴിഞ്ഞുമറിഞ്ഞ ബംഗ്ലാദേശിലേക്ക് ഏകദേശം 2 ദശാബ്ദത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഖാലിദ സിയയുടെ മകനും BNP ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയത്. താരിഖ് റഹ്മാന്റെ തിരിച്ചുവരവിനൊപ്പം ചർച്ചയാകുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. മകൾ സൈമ റഹ്മാന്റെ പേരാണ് ചർച്ചയാകുന്നത്. പ്രവാസം അവസാനിപ്പിച്ച് സ്വദേശത്തേക്കുള്ള മടക്കയാത്രയിലെ ലണ്ടനിലെയും ധാക്ക വിമാനത്താവളത്തിലെയും താരിഖ് റഹ്മാന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ വൈറലായതോടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്കും BNP അനുകൂലികളുടെ ഹൃദയങ്ങളിലേക്കും സൈമ റഹ്മാൻ നിശബ്ദമായി പ്രവേശിക്കുകയായിരുന്നു. ഭാര്യ സുബൈദ റഹ്മാൻ, മകൾ സൈമ റഹ്മാൻ എന്നിവർക്കൊപ്പം എത്തിയ താരിഖിനെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞ ദിവസം BNP പ്രവർത്തകരും പാർട്ടി നേതാക്കളും വിമാനത്താവളത്തിലേക്ക് കാൽനടയായി എത്തിയിരുന്നു. വളർത്തുപൂച്ച സീബുവിനെയും താരിഖ് കുടുംബവും ഒപ്പം കൂട്ടിയിരുന്നു. BNPക്ക് പുതുജീവനേകാനുള്ള പ്രതീകമായിട്ടാണ് സൈമയെ പാർട്ടി കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവജന വിഭാഗങ്ങൾക്കിടയിൽ സൈമ നിർണായക സ്വാധീനം ചെലുത്തുമെന്നും വിലയിരുത്തലുകളുണ്ട്. അഴിമതി, ഭീകരവാദം, അധികാര ദുർവിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ താരിഖ് റഹ്മാനും അദ്ദേഹത്തിന്റെ വസതിയായ ഹവ ഭവനും നിരന്തരം മാധ്യമ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ബംഗ്ലാദേശിലെ പല രാഷ്ട്രീയ കുടുംബാംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൈമയ്ക്ക് രാഷ്ട്രീയത്തിൽ വലിയ അനുഭവ പരിചയമില്ല. അവർ ഔദ്യോഗിക പാർട്ടി പദവികളും വഹിച്ചിട്ടില്ല, തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുമില്ല. രാഷ്ട്രീയത്തെക്കാൾ നിയമവൃത്തിക്കാണ് സൈമ ഇതുവരെ പ്രാധാന്യം നൽകിയിരുന്നത്. 2001 ബംഗ്ലാദേശ് ദേശീയ തെരഞ്ഞെടുപ്പിൽ 6 വയസ്സുള്ളപ്പോൾ മുത്തശ്ശി ഖാലിദ സിയയോടൊപ്പം വോട്ടിംഗ് കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് സൈമ ആദ്യമായി മാധ്യമ ശ്രദ്ധ നേടുന്നത്. 2021 അവാമി ലീഗ് മന്ത്രി മുറാദ് ഹസൻ തനിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നും അവർ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഹസന് രാജിവെക്കേണ്ടി വരികയും അപകീർത്തി കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്തും പിതാവിനൊപ്പമുള്ള പരിപാടികളിൽ പങ്കെടുത്തത് വഴി രാഷ്ട്രീയ ചർച്ചകളിൽ സൈമ നിറഞ്ഞു നിന്നു. പിതാവ് താരിഖ് റഹ്മാനൊപ്പം പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ തന്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയത്. പാർട്ടി നേതാക്കളായ മിർസ ഫക്രുൽ, അമീർ ഖസ്രു എന്നിവരടങ്ങിയ BNP പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിൽ നടന്ന നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ പിതാവിന് വേണ്ടി പങ്കെടുത്തതും സൈമയായിരുന്നു. ഈ വർഷം നവംബർ 23 യൂറോപ്യൻ പ്രതിനിധികളുടെ സംഘം പങ്കെടുത്ത BNP നേതാക്കളായ മഹബൂബ് ഉദ്ദീൻ കോഹോഖാൻ, റുഹുൽ കബീർ റിസ്വി എന്നിവരുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയിലും സൈമ പങ്കെടുത്തിരുന്നു. അടുത്തിടെ തന്റെ വേരുകൾ താൻ മറന്നിട്ടില്ലെന്നും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇത് അവരുടെ പൊതുരംഗത്തേക്കുള്ള കടന്നുവരവാണെന്നും വിലയിരുത്തലുകളുണ്ട്. പിതാവ് താരിഖ് റഹ്മാൻ 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പുതിയ പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സൈമയുടെ വരവ്. രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുന്നതിനിടെ യുവജനങ്ങളെ ആകർഷിക്കാനുള്ള BNPയുടെ തന്ത്രപ്രധാന നീക്കമായി സൈമ റഹ്മാന്റെ രംഗപ്രവേശനത്തെ വിലയിരുത്തപ്പെടുന്നുണ്ട്. താൻ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സൈമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തന്റെ പിതാവിന് പിന്തുണയുമായി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചന അവർ നൽകിയിട്ടുണ്ട്. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയ സാഹചര്യത്തിൽ BNP അധികാരത്തിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നമുക്കെല്ലാവർക്കും ചേർന്ന് രാജ്യം കെട്ടിപ്പടുക്കേണ്ട സമയമാണിതെന്നായിരുന്നു മടങ്ങിയെത്തിയ ശേഷമുള്ള റഹ്മാന്റെ ആദ്യ പ്രതികരണം. അതേസമയം ബംഗ്ലാദേശിൽ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവും എല്ലാവരും ഉൾക്കൊള്ളുന്നതാകണമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. കൂടാതെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടരുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. മൈമൻ സിംഗിൽ ദേവു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു.